നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഭൂയി അപ്പോഴും അവൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലിട്ട് ഉഴറ്റിക്കൊണ്ട് ആ നിർത്ത് അവിടെ നിന്നുപോയി. ഇനി ചോദിച്ചില്ല അറിഞ്ഞില്ല എന്ന് എന്റെ ഭൂമി പറഞ്ഞേക്കരുത്. നാളെ 10-നും 10:30 ശുഭമുഹൂർത്തത്തിൽ ചന്ദ്രമംഗലത്തെ മഹേശ്വര മേഘനാഥൻ വിവാഹിതനാവുകയാ. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവൾക്കുള്ളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. നാളെ കല്യാണാണെന്ന്. അപ്പം ഞാനും എന്നോട് എന്തിനടുത്ത് എന്നെ എന്തിനാ അവിടെ കൂട്ടിയത്? എന്തിനു വേണ്ടി ഇനിയൊരു മടങ്ങിപ്പോക്ക് നീ ആഗ്രഹിക്കരുത് എന്നോട് പറഞ്ഞ് എന്തിനു വേണ്ടിയാ എന്നെ അവിടെ കൂട്ടിയത്? ഞാൻ എൻ്റെ കാര്യം നോക്കി നിൽക്കില്ലായിരുന്നു. അവളുടെ മനസ്സിൽ അവനോട് ചോദിക്കാനുള്ള ഓരോന്നും തല പൊക്കിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ആ ചൊറിയൻ ചേനെ വേണ്ട. അയാൾ ആരെയെന്ന് വെച്ചാൽ കെട്ടിയെടുക്കട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ? അടുത്ത നിമിഷം അവൾ ഇടറി തുടങ്ങിയ തന്റെ മനസ്സിനെ വരുതിയിലാക്കി കെറുവോടെ പറഞ്ഞുകൊണ്ട് കലാക്ഷേത്രയുടെ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി. അലച്ചു പെയ്യുന്ന മഴയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ആ മഴക്കൊപ്പം തകൃതിയായി തന്നെ 1000 ചോദ്യങ്ങൾ കൂടി അവളുടെ ചിന്തകളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ നീ ഇവിടേക്ക് വന്ന ആരെയും വേളിയഴിക്കാനല്ലോ ഭുവി. നിന്റെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടന്നാൽ എന്നേക്കുമായി ഈ നാടിനോട് നാട്ടുകാരോട് വിട പറയേണ്ടവളാണ് നീ. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകൾക്കൊന്നും മനസ്സിൽ സ്ഥാനം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അവൾ സ്വയം പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കവെയാണ് പെട്ടെന്ന് സൈഡിൽ നിന്ന് ആരോ ഒരാൾ ഓടി വന്ന് അവളുടെ കുടയിലേക്ക് കയറിയത്. പെട്ടെന്നുള്ള ആ വരവിൽ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് തന്നെ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ നോക്കി ചുണ്ടിൽ വിടുന്ന ഒരു കള്ളച്ചിരിയോടെ തനിക്കൊപ്പം നടക്കുന്ന മേഘനെ കാണവേ അവളുടെ കണ്ണുകളൊന്ന് കൂർത്തു വന്നു. ഇയാളത് എന്റെ കൂടെ നടക്കണേ, അങ്ങോട്ട് മാറിപ്പോയി. അവൾ തന്നിലേക്ക് കൊട്ടി വരുന്നവനെ തോളുകൊണ്ട് തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറയലും അവനത് കാര്യമാക്കാതെ അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ച് അവളുടെ കയ്യിലിരുന്ന കുട വാങ്ങി പിടിച്ചുകൊണ്ട് അവളുമായി മുന്നിലേക്ക് നടന്നു. അവന്റെ ആ ഒട്ടും കൂസലില്ലാത്ത പ്രവൃത്തി കണ്ടതും അവൾക്ക് നല്ലപോലെ ദേഷ്യം വന്നിരുന്നു. എടോ എന്നെ വിടറോ! അവൾ തന്നെ തോളിരുന്ന് അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനത് കാര്യമാക്കാതെ വഴിയിലൂടെ തങ്ങൾ രണ്ടുപേരെയും ഒന്ന് മിഴിച്ചു നോക്കി പോകുന്നവരെ നോക്കി തലയാട്ടി ചിരിച്ചുകൊണ്ട് അവളുമായി മുന്നോട്ട് നടന്നു നീങ്ങി. തന്നോട് വീട്ടാനല്ലേ പറഞ്ഞേ? അവൾ അവന്റെ പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് കുതിറിയതും അവൻ അവളുടെ തോളിലിരുന്ന തന്റെ കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. തന്റെ ഇടുപ്പിൽ അമർന്ന അവന്റെ നനവ് പറ്റിയ കൈയുടെ കുളിർ സ്പർശം അറിയവേ അതുവരെ അവന്റെ പിടിയിൽ നിന്ന് കുതിറിക്കൊണ്ടിരുന്നവൾ ഒരു നിമിഷം അനങ്ങാൻ കഴിയാതെ തരിച്ച് നിന്നുപോയി. എന്താണ് യക്ഷിക്കുഞ്ഞേ, ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? അവൻ അവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് കത്തിച്ചൊലിച്ചിരുന്നു. ഇങ്ങനെ നോക്കലടി ഭൂമി, നിന്റെ ഈ അട്ടങ്ങേറി പിടിച്ച നോട്ടം കാണുമ്പോ നിന്റെ ചൊറിയൻ ചേനക്ക് അപ്പൊ നിന്നെ ഒന്ന് ചൊറിയാൻ തോന്നും. അവൻ ചുവന്നു കൊടുത്ത് അവളുടെ ആദരങ്ങളിലേക്ക് നോട്ടം ചെയ്തുകൊണ്ട് പറയുന്നതിനൊപ്പം അവളുടെ ഇടുപ്പിനെ ചുറ്റിയിരുന്ന കൈകളാൽ അവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇയാളത്തെ ഈ കാണിക്കുന്നത് വിടറോ കാല! അവൾ ചുറ്റിനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ദേഷ്യത്തിൽ ചീറി. അങ്ങനെ വീടാൻ വേണ്ടി അല്ലല്ലോ എന്റെ യക്ഷിക്കുഞ്ഞെ നിന്നെ ഞാനിങ്ങനെ ചേർത്തു പിടിച്ചിരിക്കുന്നത്. അവൻ അവളോട് പറയുന്നതിനൊപ്പം അവളുടെ ഇടുപ്പിൽ ചുറ്റി പൊക്കിയെടുത്ത് അവിടെ അധികം ആളുകൾ വരാത്തൊരു ഇടവഴിയോരം ചേർന്ന മതിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ഞു. അവനെ ആ പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ അവൾ നന്നായി തന്നെ ഒന്ന് പതറി. താൻ എന്തോടി ചെയ്യുന്നേ? മര്യാദയ്ക്ക് എന്നെ വിട്ടോ, ഇല്ലെങ്കിൽ മുട്ടാനും മണിക്കൊന്ന് തരും ഞാൻ പറഞ്ഞേക്കാം. അവൾ തനിക്ക് മേലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറയവേ അവൻ തന്നെ കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ചവൻ ചിരിച്ചുകൊണ്ട് അവളുടെ 2 കൈകളും ആ മതിലിലേക്ക് ചേർത്ത് വെച്ചു. ആ നിമിഷം അവരിരുവനെ ഒരുപോലെ നനച്ചുകൊണ്ട് കാലവർഷം കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു. അങ്ങനെ നെഞ്ച് കലക്കുന്ന വർത്താനൊന്നും പറയിലടി ഭൂമി, നീ ഒന്നുമില്ലെങ്കിലും നാളെ എന്റെ കല്യാണല്ലേടി. അവനവളുടെ കവിളിലൊന്ന് കിള്ളിക്കൊണ്ട് അവൾ നോക്കി പറഞ്ഞതും അങ്ങനെ ഒരു കാര്യം കുറച്ചു നേരത്തേക്ക് മറന്നുപോയവൾ അവനെ പല്ലിയടിച്ച് നോക്കി. അതെ കല്യാണ, എന്നിട്ട് ഇയാളെന്തിനാ എന്നിങ്ങനെ ഒട്ടി വരുന്നത്? അങ്ങോട്ട് മാറിക്കിടും. അവൾ അവന്റെ പിടിയിൽ നിന്ന് കുതിറി. അത് നാളെയല്ലേ എന്റെ യക്ഷിക്കുഞ്ഞേ, അതുവരെ ചേട്ടൻ ചേട്ടത്തി ഒന്ന് സ്നേഹിച്ചോട്ടേന്ന്. അവൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് കുതിരിക്കൊണ്ട് തന്റെ മുഖം വെട്ടിച്ചു മാറ്റി. ഇയാൾക്ക് കൊഞ്ചിക്കാനും ഒട്ടാനുള്ള നാളെ കെട്ടിയിടിക്കില്ലേ, പിന്നെ ഇയാളെന്തിനാ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത്? അവൾ അവനോട് ചീറി. ഷെടാ, ഇത് നല്ല കൂത്ത്. ആരൊക്കെ വന്നാലും പോയാലും എന്റെ പൊമ്മിക്കൊച്ചിന്റെ സ്ഥാനം ദോടെ ഇതിനകത്തായിരിക്കും. അവൻ തന്നെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് അവളോട് നാടകീയമായി പറഞ്ഞു. എന്നെ വിട്ടു കാല! അവളവന്റെ വർത്തമാനം കേൾക്കെ നുരഞ്ഞു വന്നുന്ന ദേഷ്യം അടക്കാൻ പാടുവിട്ടുകൊണ്ട് അവനോട് ചൊടിച്ചു. കാലനല്ല, നാഥൻ. നാഥൻ എന്റെ യക്ഷിക്കുഞ്ഞ് അങ്ങനെയല്ലേ ഏട്ടനെ കഴിഞ്ഞ ദിവസം വിളിച്ച്? അത് ഇത്ര പെട്ടെന്ന് മറന്നതിന്റെ ഭൂമി നീ. അവൻ അവളുടെ മുന്നിലേക്ക് വീണ് കിടന്ന മുടി ഒതുക്കി കൊടുത്തുകൊണ്ട് അവളോട് സ്നേഹത്തോടെ പറയവേ
അടുത്ത നിമിഷം അവൾ മുട്ടുകാലം അടക്കി അവന്റെ സ്ഥാനത്ത് തന്നെ ഒന്ന് കൊടുത്തിരുന്നു. എന്റെ ചന്ദ്രക്കാവിലമ്മേ, എന്താണ് ഈ സാമുദ്രമായി നീ ചെയ്ത്? ഓ, അവനവിടെ കൈവച്ചിരുന്നുണ്ട്. അവൾ നോക്കി ദയനീയമായ സ്വരത്തിൽ ചോദിച്ചു. തന്നോട് ഞാൻ പറഞ്ഞല്ലോ ചൊറിയും ചേനെ, എന്നെ വിടാം. താൻ കേട്ടില്ലല്ലോ, അപ്പൊ തനിക്കിത് വേണം. ആൾ അവർ നോക്കി പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന സാരിയുടെ അറ്റ ഒരുമിച്ച് അവളുടെ ഇടുപ്പിലേക്ക് തിരികെ വെച്ചു. അതിന് നീ എന്തിനാടി യക്ഷിപ്പാറു എന്ന മർമ്മം കലക്കിയത്? അവൻ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നവളോടായി വേദനയുടെ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അവളെ ദയനീയമായി നോക്കി. എനിക്ക് എത്തുന്നിടത്തല്ലേ എനിക്ക് തൊഴിക്കാനൊക്കൂ. ഇയാളോടാരെ എന്നെ കയറി പിടിക്കാൻ പറഞ്ഞ്? അവൾ ഒട്ടും കൂസാതെ തന്നെ അവനുള്ള മറുപടി നൽകിയിരുന്നു. എന്നാലും എന്റെ വടയക്ഷി, നീ ഇപ്പൊ ചെയ്തതോർത്ത് ഒരിക്കലും പശ്ചാത്തപിക്കാതിരിക്കട്ടെ. അവനൊന്ന് നിവർന്നുകൊണ്ട് പറയവേ അവൾക്ക് അവന്റെ വർത്തമാനം കട്ടായോ എല്ലാം കണ്ട് ചിരി വന്നിരുന്നു. ഇയാളെ ഞാൻ വേറെ കെട്ടിക്കാട്ടോ. കുഞ്ഞിത്തമ്പുരാൻ വടക്കോട്ട് നോക്കി ഇരിക്കലേ കാണും. ഓരോ റൂട്ടായിപ്പോയിട്ട് ഇറങ്ങിയിരിക്കാം, ചൊറിയൻ ചേന. അവനങ്ങനെ നോക്കി നിൽക്കെ അവൾ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവൾ അവനെ നോക്കി വാശിയോടെ പറഞ്ഞു. സംഭവിച്ചൂടാ, അതുകൊണ്ട് എന്റെ പൊന്നൊന്നും മയക്കത്തിലൊക്കെ താങ്ങണേടി. അടുത്ത നിമിഷം അവൻ അവളെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വശമായി പറയവേ പെട്ടെന്ന് മാറി അവന്റെ ഭാഗത്തിൽ അവളൊന്ന് കണ്ണുമിഴിക്കാതിരുന്നില്ല. എന്നെ വീട്ടിലെ പട്ടി. അവൾ അവന്റെ പിടിയിൽ നിന്ന് കുതിറി. അത് വേണ്ട, അത് വേണ്ട. എന്റെ കൊച്ച് മുന്നേ വിളിച്ച പോലെ നാഥാന്നൊന്ന് നീട്ടി വിളിച്ചേ, ഏട്ടനൊന്ന് കേൾക്കട്ടെ. അവൻ നനഞ്ഞൊട്ടി നിൽക്കുന്നവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. പോയി തന്നെ മറ്റവളോട് പറയണു ചൊറിയൻ ചേന. അവൾ അവന്റെ കൈപ്പിടിയിൽ നിന്നുകൊണ്ട് ചീറി. തൽക്കാലം എനിക്ക് വേറെ മറ്റവളൊന്നും ഇല്ലാത്തതുകൊണ്ടോ, ആ പോസ്റ്റ് നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചത് കൊണ്ടോ എന്റെ യക്ഷിക്കുഞ്ഞ് വേഗം സമയം കളയാതെ ഒന്ന് നീട്ടി വിളിച്ചേ. നാദേട്ടന് എന്തൊക്കെ പണിയുള്ളതാ പോയിട്ട്, നാളെ കല്യാണല്ലേ. അവൻ നാണം വാരി വിതറിക്കൊണ്ട് പറയവേ അവൾ അവന്റെ തോളിൽ അമർത്തി കടിച്ചിരുന്നു. അവൻ അവൾ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കുറച്ചുകൂടി ആഴത്തിൽ തന്നെ ദന്തങ്ങൾ അവനിലേക്ക് കുത്തിയിറക്കി. എടി നാഥന്റെ യക്ഷിക്കുഞ്ഞല്ലേ, വീട്ടടി ചക്കരെ, നിനക്ക് കടിച്ചു മുറിക്കാൻ ഞാൻ 1 കിലോ അരിമുറുക്ക് വേറെ വാങ്ങിത്തരാടി. അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത നിമിഷം അവൾ അവനിൽ തന്റെ പല്ലുകൾ അടർത്തി മാറ്റിയിരുന്നു. ഹോ, എന്റെ അമ്മേ, എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നേ? അവൻ തോൾഭാഗത്തുനിന്ന് ഷർട്ട് അടർത്തി മാറ്റി ചോര കലിച്ച് കിടക്കുന്ന പാടിലേക്ക് നോക്കി പറയവേ അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. ഇയാൾക്ക് തോന്നുമ്പോ കയറി പിടിക്കാൻ ഞാനും കല്യാണം കഴിക്കാൻ വേറൊരു ടീം അല്ലേടോ ചൊറിയൻ ചേനെ. അവൾ അവന് മുമ്പിൽ നിന്ന് ചീറി. അവളുടെ ആ ഭാവം കാണി ചിരി വന്നെങ്കിലും അവൻ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവളെ നോക്കി. ശേഷം പറഞ്ഞു തുടങ്ങി. അത് പിന്നെ എന്നെ കാണുമ്പോ നീ ഇങ്ങനെ ഏറുപടക്കം കണക്ക് ഏതു നേരം എന്നോട് പൊട്ടിത്തെറിയാൻ നിൽക്കുന്നല്ലാതെ നീ എന്നോടൊന്നും ഒട്ടുന്നില്ലല്ലോ. അവൻ അവരുടെ ഇടുപ്പിൽ തിരികെ സാരിത്തും പഴിച്ചെടുത്ത് അതുകൊണ്ടൊന്ന് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞതും അവന് ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണൊന്ന് മിഴിഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവളത് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന പോലെ വാങ്ങിയിരുന്നു. കണ്ട നീ ആയിട്ട് ഒട്ടൊന്നുമില്ല, എന്നെ ഒട്ടും ഒട്ടാൻ സമ്മതിക്കുന്നുമില്ല. അവൻ അവളെ നോക്കി പരാതി പറയുന്ന പോലെ പറഞ്ഞു. ഇയാൾക്ക് ഒട്ടാനും മുട്ടാനും നാളെ ഒന്നിനെ കെട്ടിടിക്കില്ലേ, അങ്ങോട്ട് ചെന്ന് ഒട്ടിയാ മതി. അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞവിടെ നടന്നു. അതേ, എനിക്ക് ഈ ചിന്ന വീട് സെറ്റപ്പിനോടൊന്നും വിരോധമില്ല കേട്ടോ. അവൻ നടന്നതിൽ നിന്നവളെ നോക്കി വിളിച്ചു പറഞ്ഞു. ഒരു കല്ല് പറന്നു വന്ന് അവന്റെ നെഞ്ചത്ത് തന്നെ പതിച്ചിരുന്നു. പോയി തന്റെ കെട്ടിയോട് പറയണു ചൊറിയൻ ചേനെ. അവൾ അവന് നേർക്ക് ചീറി. പിന്നെന്താ പറയാലോ, എന്റെ പെണ്ണൊരു പാവാ, അതുകൊണ്ട് അവൾക്ക് എതിർപ്പൊന്നും കാണില്ല. പിന്നെ നമ്മൾ ഈ തമ്പുരാക്കന്മാർക്ക് ഈ ചിന്ന വീട് സെറ്റപ്പൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതേ, അവള് സമ്മതിച്ച എന്റെ യക്ഷിക്കുഞ്ഞ് നാദേട്ടന്റെ അടുത്തേക്ക് വന്നേക്കണേടി. അവൻ തന്നെ ചെറിഞ്ഞു നോക്കി നിൽക്കുന്നവൾ നോക്കി ഭവ്യതയോടെ പറഞ്ഞു. പട്ടി തെണ്ടി നാറി ചേച്ചേ. അവൾ അവനെ നോക്കി കലിയടക്കാൻ ആ വിളിച്ചു പറഞ്ഞോട് നടന്നാകുന്നു. എടി, നാളെ വരുമ്പോഴേ നല്ല ചുവന്ന ചേലൊക്കെ ചുറ്റി അണിഞ്ഞൊരുങ്ങി വന്നേക്കണടി പൊമ്മി, ഫോട്ടം പിടിക്കുമ്പോ കളറാവാനുള്ളതാ. അവൻ നടന്നതിൽ നമ്മളെ നോക്കി വിളിച്ചു പറഞ്ഞു. ദേഷ്യത്തിൽ നടന്നവരുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ആൾക്കുള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉറഞ്ഞുകൂടി തുടങ്ങി. അതിനൊരു ഉത്തരം തേടി അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ ആൾ അവനെ പൊടുന്നതിനെ തിരിഞ്ഞു നോക്കി. ചുമ്മാ ഒന്ന് കാണാൻ. തന്നെ നോക്കി ഒറ്റക്കണ്ണിറക്കി പതിവ് കള്ളച്ചിരിയോടെ പറയുന്നവനെ കാണെ അവളൊന്ന് ഉമിനീരിറക്കി. ഉള്ളിൽ തോന്നിയ കാര്യം സത്യമെന്ന് ഉറപ്പിക്കാൻ ആ മുഖത്തെ പുഞ്ചിരി തന്നെ അധികമായിരുന്നു അവൾക്ക്. കള്ള ചൊറിയൻ ചേന, തനിക്ക് ചിന്ന വീട് സെറ്റപ്പ് വേണല്ലേ, നാളെ തന്നെ തന്റെ അടപ്പിയാൻ തെറിപ്പിക്കടൂ. അവൾ അവനെ നോക്കി പല്ലിയരിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകന്നു.
അവൻ മൂളുന്നതിനിടയിൽ മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി തന്റെ കഴുത്തൊപ്പം നീണ്ടിറങ്ങിയ മുടികൾ ചീകി ഒതുക്കിക്കൊണ്ട് കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ഒരാവലക്ഷണം പിടിച്ച ചിരിയോടെ തന്നെ മീശ ഒന്ന് പിരിച്ചു വെച്ചു. ആഹാ, ഇവിടെ ഇപ്പോഴും താടിയും തടവി നിപ്പാണോ? രുദ്രം വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് മുറിക്കാത്തവനെ നോക്കി ചോദിച്ചു. അവന്റെ ആ ചോദ്യം കേൾക്കെ മേഘൻ അവനെ തിരിഞ്ഞു നോക്കി. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ സൗന്ദര്യം ആസ്വദിക്കാൻ വരാൻ നോക്കും. മുത്തശ്ശൻ അവിടെ കിടന്ന് ഒച്ചപ്പാട് തുടങ്ങി. രുദ്രൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ ആകെ മൊത്തം നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്താടാ എന്നാ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുന്നു? മേഘൻ ഷർട്ടിന്റെ കോളർ നേരെ പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് നടക്കുന്നതിൽ ചോദിച്ചു. അവിടെ നില്ല്, ഞാനൊന്ന് കൺകുളിർക്കെ കണ്ടോട്ടെ. കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ കോലത്തിൽ കാണാൻ പറ്റില്ലെങ്കിലോ? രുദ്രം പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയവനെ തടഞ്ഞിരുത്തിക്കൊണ്ട് പറഞ്ഞു. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? കുറച്ചു കഴിഞ്ഞാൽ ഞാനെന്താ ആവിയായി പോവോ? മേഘൻ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവര് നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. ആ, ചിലപ്പോ പറയാൻ പറ്റില്ല. ആവിയും നീരാവിയൊക്കെ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവനെ എങ്ങും കൊള്ളിക്കാതെ പറഞ്ഞു. അത് കേട്ടുന്നവന്റെ മുഖം ചുളിഞ്ഞു. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം നിങ്ങൾ ഈ കോലത്തിൽ കാണാൻ പറ്റില്ലെന്ന് ഓർക്കുന്നതാ. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. നീ എന്താണതിണ്ടേ ഒരുമാതിരി ലക്ഷണം കെട്ട സംസാരം സംസാരിക്കുന്നു? എന്തോ കുത്തി പറയുന്ന പോലെ മേഘൻ ചോദിച്ചുകൊണ്ട് അവനരിയിലേക്ക് നീങ്ങിന്നു. അല്ല, സപ്പോസ് ഇനി ഏടത്തി എങ്ങനെ ഏട്ടനെ കെട്ടണ്ടെന്ന് പറഞ്ഞാ ഈ കോലം കെട്ടലൊക്കെ വെറുതെ ആവില്ലേ? അതൊക്കെ പോട്ടെ, കൊച്ചുമോൻ കെട്ടിയെടുക്കുന്ന കാണാനായിട്ട് പെട്ടി നോക്കിയാന്ന് മുത്തച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ ഹോ ടെറർ. രുദ്രൻ താടിക്കൈ എടുത്തോണ്ട് പറഞ്ഞു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എരണക്കേട് വിളിച്ചു പറയുന്നോടാ നാറി. മേഘൻ അവന് നേർക്ക് അലറി. ആ, ഇത് നല്ല കൂത്ത്. ഞാനൊരു സാധ്യത പറഞ്ഞല്ലേ. പിന്നെ ഏട്ടന്റെ ഈ ചൊറിയും സ്വഭാവത്തിനെ ഏടത്തി ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഈ നെറ്റിയിലൊട്ടിച്ചിരിക്കുന്ന പഞ്ചറിനടുത്ത് തന്നെ അടുത്ത പഞ്ചറിനുള്ള സാധ്യതയും സ്ഥലവും ഞാൻ കാണുന്നുണ്ട്. രുദ്രൻ അവന്റെ നെറ്റിയിലെ പാടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയവേ മേഘൻ അവനെ നോക്കി പല്ലുകടിച്ചു. അവന് നോക്കി ഇതിങ്ങനെ കടിച്ചു പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അതിനുള്ളതെല്ലാം എന്റെ പൊന്നുമോന് തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. രാവ് പറഞ്ഞുകൊണ്ട് അവനരിയിലേക്ക് നടന്നു. ആഹാ, ഇതിപ്പിങ്ങേരാണോ നിങ്ങളാണോ കല്യാണ ചെക്കൻ? ഒരു കല്യാണ ചെറുക്കനെ പോലെ ചമഞ്ഞൊരുങ്ങി ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്ന രാവിനെ മൊത്തത്തിൽ നോയിക്കൊണ്ട് രുദ്രൻ തികഞ്ഞ പൂച്ചത്തോടെ ചോദിച്ചു. അത് പിന്നെ കല്യാണക്കല്ലേ? അവര് നാളെ നിറഞ്ഞ ചിരിയോടെ തന്നെ നോയി പുച്ഛഭാഗത്ത് നിൽക്കുന്നവരോടായി പറഞ്ഞു. ആരുടെ? മേഘന അവനെ നോയി കനത്തിലും ചോദിച്ചു. നിന്റെ അവനൊരു ഇളിയോടെ പറഞ്ഞു. അപ്പൊ അറിയാം. എന്നാ പിന്നെ എന്റെ മോൻ സമയം കളയാതെ ഇങ്ങ് കഴിച്ചേക്ക്. മേഘ രാവിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് മീശ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോന്ന്? രാവ് ഒരു സംശയപാത്രത്തിൽ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ചോദിച്ചു. ദാണ്ടേ ദിത്. അവൻ പറഞ്ഞുകൊണ്ട് രാവിലെ മുഖത്തിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി സ്വന്തം മുഖത്തേക്ക് വെച്ചു. ആഹാ, എത്തേണ്ടിടത്ത് എത്തിയപ്പോഴാ അതിനൊരു ലുക്ക് വന്ന്. മേഘൻ കണ്ണാടിയിലെ തന്റെ പ്രതിബിംബം നോക്കിക്കൊണ്ട് പറയവേ രാഹു അവനെ നോക്കി പല്ലുകടിച്ചു. തിണ്ടി. അവൻ കണ്ണാടിക്കുമ്പിൽ നിന്ന് ഗോഷ്ടി കാണിക്കുന്നവനെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ നോക്കി അത് കടിച്ചു പൊട്ടിക്കാതെ വരാൻ നോക്കടാ മോനെ രാഹുല. ചേട്ടൻ പോയി ചേച്ചിയെ കൂട്ടട്ടെ. അതും പറഞ്ഞ് അവൻ മുറിക്കുറത്തേക്ക് നടന്നു. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു പറഞ്ഞുകൊണ്ട് അവൻ തിരികെ മുറിയിലേക്ക് കയറി. ശേഷം അവിടെ ഒരു വാഴയിൽ പൊതിഞ്ഞിരുന്ന മുല്ലപ്പൂ എടുത്തുകൊണ്ട് അവൻ തിരിഞ്ഞതും കാണുന്നത് തന്നെ നോക്കി പുച്ഛത്തോടെ നിൽക്കുന്നവരെയാണ്. അവൾക്ക് ചൂടാനുള്ള പൂവെടുക്കാൻ മറന്നു. തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കി നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ മൂളിപ്പാട്ടും പാടി പുറത്തേക്ക് നടന്നു. മൂളിപ്പാട്ടും പാടി പണിയിറങ്ങി പോകുന്നവനെ കാണെ രുദ്ര രാഹുവിനെ നോക്കി പറഞ്ഞു. ആ പാട്ടും പാടിയുള്ള പോക്കുണ്ടോ ആരെങ്കിലും പറയോ? അതേർത്തിയുടെ വായിന്ന് ഭരണിപ്പാട്ട് കേൾക്കാനുള്ള പോക്കാണെന്ന്. അവന്റെ ആ തുള്ളിക്കൊണ്ടുള്ള പോക്ക് കണ്ടിട്ട് ലവള് ചവിട്ടി കൂട്ടി ഒരു മൂലയിലിടാനാണ് സാധ്യത. അതും ശരിയാ. പിന്നെ അങ്ങോട്ട് കയ്യിരിപ്പിന് അത് ഇരിപ്പായതുകൊണ്ട് സാരില്ല. അമ്മാതിരി പോക്കിരിത്തരല്ലേ അങ്ങനെ കാണിക്കുന്നത്. കേട്ടാൻ പോകുന്ന പെണ്ണിനോട് പോലും പറയാതെയാ അങ്ങനെ മുണ്ടും ചുറ്റി കുറിയും തൊട്ട് മണവാളം ചമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് പായൻ. മിക്കവാറും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നതിന് ഒരു ആശുപത്രിയിലേക്ക് കെട്ടിയെടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. നിങ്ങൾ ഇപ്പോഴും ഒരു ആംബുലൻസ് ബുക്ക് ചെയ്തിട്ടോ, അപ്പോഴേക്കും സൗകര്യമായിരിക്കും. ഞാൻ പോയി അപ്പൂപ്പൻ താഴെ നോക്കിയിട്ട് വരാം. ഇനി അതെന്ത് കോലത്തിലാണ് എന്തോ തമ്പ്രാനറിയാം. അവൻ പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ആരോ വാതിൽ മുട്ടി വിളിക്കുന്ന കേട്ടതും കുളി കഴിഞ്ഞ് തലയിൽ ചുറ്റിയിരുന്ന തോർത്തഴിച്ച് മുടി തോർത്തിക്കൊണ്ടിരുന്നവൾ ആ തോർത്തും തോളിട്ട് വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു. ഇതിപ്പാര ഇത്ര രാവിലെ? അവൾ പിറുപിറുത്തുകൊണ്ട് വാതിൽ മലർക്കെ തുറന്നും കാണുന്നത് കട്ടിളപ്പടിയിൽ രണ്ട് കൈ മൂന്നി നിന്ന് തന്നെ നോയി ചിരിയോടെ നിൽക്കുന്ന മേഘനയാണ്.
അവന്റെ ആ വേഷവും ചിരിയും മുഖത്ത് വെച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ്സും എല്ലാം കണ്ടിട്ട് അവൾക്ക് നന്നേ ചിരി വരുന്നുണ്ടായിരുന്നു. അത് ശരി, അപ്പൊ കുഞ്ഞിത്തമ്പുരെ രണ്ടും കൽപ്പിച്ച ശരിയാക്കി തരാം. ആൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് കൈകെട്ടി കട്ടിളപ്പടിയിലേക്ക് ചാരി നിന്നു. ആഹാ, കുഞ്ഞിത്തമ്പുരാൻ രാവിലെ തന്നെ മണവാളം ചമഞ്ഞ് ഇറങ്ങിയല്ലോ. എന്തായാലും കൊള്ളാം. ഇപ്പൊ കണ്ട ആ തമ്പുരാൻ ലുക്കൊക്കെ ഉണ്ട്. വേണേ ചമയും കൂട്ടാനും നെറ്റിപ്പട്ടം കൂടി ആ നെഞ്ചത്തേട്ട് കയറ്റിക്കോ. ആൾ അവനെ നോക്കി വന്ന് ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. എന്റെ ദേവി, നീ ഇത്ര നേരായിട്ട് ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇത് എന്ത് കോലാടി യക്ഷി? അവൻ മുഖത്തെ കൂളിംഗ് ഗ്ലാസ് അഴിച്ച് പോക്കറ്റിലേക്ക് ഇട്ട് അവളോട് ചോദിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി. അവൻ ആ ചെറിയ ഗ്യാപ്പിലൂടെ അകത്തേക്ക് വന്നു. അവളൊന്ന് പരിങ്ങി. എടോ താനിത് എങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്? അവൾ പറഞ്ഞുകൊണ്ട് സൈഡിലേക്ക് മാറിയുന്നു. 10നും 10:30 ഇടയിലാണ് കെട്ടെന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേടി ബൊമ്മി. എന്നിട്ട് നീ ഇത്ര നേരം ഇതിനകത്ത് എന്ത് ചെയ്യായിരുന്നു ഈ കോപ്പേ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ തോളിൽ കിടന്ന് തോർത്തെടുത്ത് അവളുടെ മുടി തോർത്തി കൊടുക്കാൻ തുടങ്ങി. അവന്റെ ആ പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാത്തതായതിനാൽ അവൾ നന്നായി തന്നെ ഒന്ന് പതറി. എടോ താൻ ഇതെന്തീ കാണിക്കുന്നേ? അങ്ങോട്ട് മാറിക്കണോ ചൊറിയൻ ചേനെ? അവൾ അടുത്ത നിമിഷം തന്നെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ചൊടിയോടെ പറഞ്ഞു. അയ്യേ, എന്ത് കോലാടി വടയക്ഷി ഇത്! ഈ കോലത്തിൽ കെട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എവിടെ എന്റെ ചുവന്ന ചേല? അവൻ പറഞ്ഞുകൊണ്ട് അവിടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. എടോ അവിടെ നിൽക്കണോ കാര? ആൾ അവന് പുറകെ പാഞ്ഞു. എടോ തന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞ്? ആൾ പറഞ്ഞുകൊണ്ട് തന്റെ മുറിക്കകത്തേക്ക് കയറാൻ തുടങ്ങിയ മുമ്പിലേക്ക് കയറിയുന്നു. എന്താണ് യക്ഷി നോക്കി പേടിപ്പിക്കുന്നത്? ഈ കോലത്തിൽ കെട്ടിയെടുക്കാന്ന് എന്റെ മോള് വിചാരിക്കേ വേണ്ട. ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അവൻ കട്ടായം പറഞ്ഞു. അതിന് ആര് വരുന്നു തന്റെ കാളകിട്ട് കാണാൻ? അറിഞ്ഞോണ്ട് ഈ ദുരന്തത്തിന് സാക്ഷിയാവേണ്ട ഗതികളൊന്നും എനിക്കില്ല. ആൾ അവന് മുമ്പിൽ നിന്ന് കൂസിലേതും കൂടെ പറഞ്ഞു. അവന്റെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയാതെ ബൊമ്മി, എന്റെ പൊന്നു പോയി വേഗം തുണി മാറി വന്നേ, നമുക്ക് പോവണ്ടേ? ആരോളം മുറിക്കാത്തേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, ഇയാൾ കിട്ടുന്ന കാണാൻ ഞാൻ എന്തിനാണ് അണിഞ്ഞൊരുക്കി വരുന്നത്? എനിക്കങ്ങ് വയ്യ. ആൾ അവനെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞോണ്ട് തിരിഞ്ഞു. അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. എന്റെ പൊന്നല്ലേടി, ഒന്ന് പോയി ഒരുങ്ങി വാടി. 10 മണി ഇപ്പൊ ആവും. മുഹൂർത്ത സമയം കഴിയുന്നതിന് മുന്നേ എന്റെ യക്ഷിക്കുഞ്ഞതേ ഇതൊക്കെ വെച്ച് ചുന്തിരായിട്ടൊന്ന് ഒരുങ്ങി വന്നേ പെട്ടെന്ന്. ഒന്നുത്സാഹിക്കടി ബൊമ്മി. അവൻ കയ്യിലെ പൊതി അവിടെ ഉണ്ടായിരുന്ന ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എനിക്ക് വരണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇയാളുടെ കാളകിട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. വെറുതെ ഒരു പെൺകൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. അതല്ല, ഇയാൾ ആ പെൺകൊച്ചിനെ കെട്ടിയെടുക്കുന്നതിന് ഞാനെന്തിനാണ് ഇഞ്ഞൊരു മുല്ലപ്പൂ ചൂടി മണവാട്ടിയെ പോലെ വരുന്നത്? എനിക്കെന്താ വേറെ പണിയില്ലേ? ആൾ പൊട്ടി വന്ന ചിരി മറച്ചു പിടിച്ച് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നു. അങ്ങനെ പറഞ്ഞൂടാ, എന്റെ ബൊമ്മില്ലാതെ പിന്നെ എന്തോന്ന് കല്യാണം. ആര് വന്നാലും വന്നില്ലേലും എന്റെ യക്ഷിക്കുഞ്ഞ് എന്തായാലും വരണം. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ മുന്നിലേക്ക് കയറുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.